ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്നാക്ക് റെസിപ്പിയാണ്. പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത്. നേന്ത്രപ്പഴമോ അല്ലാന്നുണ്ടെങ്കിൽ ചെറുപഴമോ ഏത് വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പുറമേക്ക് നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു സ്നാക്ക് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പഴംപൊരി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും പഴം കൊണ്ടേയല്ലേ, അപ്പോൾ പഴംപൊരി അല്ലാതെ വേറെ എന്താ പറയുക അല്ലേ. അപ്പോൾ അങ്ങനെ ഇതൊരു ബ്രോസ്റ്റഡ് ടൈപ്പിലുള്ള ഒരു പഴംപൊരി എന്ന് പറയാം. അപ്പോൾ അതിന് ആദ്യം നമുക്കതിന് വേണ്ടിയിട്ടുള്ള കോട്ടിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അരിപ്പൊടി മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിലേക്ക് അരക്കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദക്ക് പകരം നിങ്ങൾക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടിയും എടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് കോൺഫ്ലോറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു മൊരിഞ്ഞ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള ബേക്കിംഗ് സോഡ, അത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇത്രയും മതി. എന്നിട്ട് നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്താൽ കട്ടയില്ലാതെ തന്നെ നമുക്ക് കിട്ടും. ഇത് നമുക്ക് പഴംപൊരിയുടെ അത്രയും ടൈറ്റ് വേണ്ട, എന്നാൽ നല്ല ലൂസായി പോവുകയും ചെയ്ത് ആ രീതിയിൽ വേണം ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ചൊക്കെ ലൂസ് വേണം, എന്നാൽ നല്ല ടൈറ്റും പാടില്ല, ആ രീതിയിൽ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഫാമിലിയിൽ നിന്ന് ജോയിൻ ചെയ്യണേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് നിർത്താം. ഇത്രയും വെള്ളം മതി. ഇപ്പോൾ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടോ. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്, ഇത്രയും ലൂസിൽ. നല്ല ടൈറ്റ് ആവാതിരിക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. ടൈറ്റായി പോയാൽ നമ്മുടെ പഴംപൊരിയുടെ ആ ഒരു ലുക്ക് വരും. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കാം. എന്നിട്ട് നമുക്കിത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൂടെ നമുക്ക് പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചെറിയൊരു 4 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതുപോലെ സെൻറ്ററൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റൗണ്ടിലാണെങ്കിൽ റൗണ്ടിൽ ഏത് ഷേപ്പാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ പഴംപൊരിക്ക് കട്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഏത് രീതിയിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ എല്ലാം അങ്ങനെ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ അരമണിക്കൂർ വെക്കാൻ എന്തായാലും മറക്കരുത് കേട്ടോ, നമ്മുടെ ആ ഒരു ബാറ്റർ. അപ്പോൾ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഓയിൽ ചൂടായ ശേഷം നമ്മുടെ ബാറ്റർ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോന്നായിട്ട് അതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഓയിലിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ആ ഒരു പുറമേക്കുള്ള ആ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു കാര്യം കൂടെ ഇതിലേക്ക് ചെയ്യുന്നുണ്ട്. മുഴുവൻ കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഭാഗം ഒന്നിങ്ങനെ നമുക്ക് ആ ഒരു മാവിൻ്റെ ഇതൊക്കെ വെന്ത് വരുന്നുണ്ട് എന്ന് കാണുന്ന സമയത്ത് നമ്മുടെ ആ മാവിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുറമേക്ക് നല്ല ക്രിസ്പി ആയിട്ട് ബബിൾസ് പോലെ ഇങ്ങനെ വരും. ഇപ്പോൾ നമ്മൾ ബ്രോസ്റ്റൊക്കെ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ പുറംഭാഗമൊക്കെ നല്ല കോട്ടിങ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ആ രീതിയിലായിരിക്കും ഇതുപോലെ ചെയ്താൽ നമുക്ക് കിട്ടുക. ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എന്നിട്ട് ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗവും ഇതേ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്ത് കൊടുക്കാം. ആ മാവ് കുറേശ്ശെ ഇങ്ങനെ അതിലേക്ക് ഉറ്റിച്ച് കൊടുക്കാം. കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ എല്ലാ ഒരു പീസിലേക്കും ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ ഒരു സ്നാക്ക് കിട്ടും. അപ്പോൾ പഴം വെച്ചിട്ട് അല്ലെങ്കിൽ ചെറുപഴം വെച്ച് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മധുരമുള്ള ഏത് പഴം വെച്ചിട്ടും ചെയ്യാം. ചക്ക വെച്ചിട്ട് അങ്ങനെയൊക്കെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടി പിടിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടൊന്ന് വിടിയിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ 2 സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുന്ന സമയത്ത് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ ഓയിൽ കുടിക്കൊന്നും ഇല്ല കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും നല്ലതായിട്ട് ഇഷ്ടമാവും. ഇങ്ങനെ കറുമുറായിട്ട് പുറമേക്ക്, പക്ഷേ തണുത്തു പോയാൽ അത് അത്ര ക്രിസ്പി ആയിട്ട് കിട്ടില്ല കേട്ടോ. ആരും ചൂടോടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി, ബ്രോസ്റ്റൊക്കെ അങ്ങനെ തന്നെയല്ലേ, ആ ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.